صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് റജബ് അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് റജബ് 30. നാളെ ശഅബാൻ 1. ശഅബാന്റെ പ്രത്യേകത നമ്മള് ജുമ തുടങ്ങിയ ദിവസം നമ്മൾ പ്രതിപാദിച്ചിരുന്നു. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ശഹരി, ശഅബാൻ എന്നുള്ളത് എന്റെ മാസമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഈ ശഅബാൻ മാസത്തിലാണ് ബറാത്ത് രാവ്, ബറാത്ത് നോമ്പൊക്കെ വരുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വെള്ളിയാഴ്ചയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതിപാദിക്കാം. നമുക്കറിയാം, ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ ഇരുനയനങ്ങൾ, നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ വല്ലാത്ത വിങ്ങലുകളാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് പൊഴിക്കുകയല്ലാതെ വായിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന ഭാഗത്ത് സുബൈദ എന്ന പൊന്നുമ്മയെ ആശിഖ് എന്ന് പറയുന്ന മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നാം എല്ലാവരും വായിച്ചതാണ്. അതേപോലെ ചെറിയ 2 വയസ്സുള്ള പിഞ്ചുകുട്ടി ദേവനുവിനെ കൊലപ്പെടുത്തിയതും നമ്മൾ ഇന്നലെ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള അവസ്ഥ? ഇന്നത്തെ യുവാക്കൾ ലഹരിയുടെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ പോകുന്നു. അതാണ് ഇതിനുള്ള യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. കള്ളും കഞ്ചാവും ലഹരിയുമൊക്കെ അത് ശൈത്താന്റെ റിജ്സിൽപ്പെട്ടതാണ്, ശൈത്താന്റെ കെണിവളയിൽപ്പെട്ടതാണ്. സ്വന്തം 10 മാസം കൊണ്ട് പ്രസവിച്ച, പാല് കൊടുത്ത് വളർത്തിയ, കഷ്ടപ്പെട്ട് വളർത്തിയ സ്വന്തം പൊന്നുമോൻ, സ്വന്തം ഉമ്മയെ ദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ഈ കൊച്ചു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ഉമ്മമാരുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങളാണെങ്കിൽ അവർ വാർദ്ധക്യമെത്തുമ്പോ, പ്രായമാകുമ്പോ ചെയ്യുന്ന വാക്കുപോലും അവരോട് പറയില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പിന്നെ എന്ന ദുആയാണ് നമ്മൾ ചെയ്യുന്നത്. റബ്ബേ, എന്റെ ചെറുപ്പത്തിൽ
വയറ്റിൽ പോറ്റി വളർത്തിയ എന്റെ പൊന്നുമ്മാക്കും എന്റെ വാപ്പാക്കും നീ കാരുണ്യം ചെയ്യണേ നിങ്ങൾക്കറിയുമോ ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ന വലിയ സാഹിദാണ്, വലിയ സൂഫി വര്യനാണ്. മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്നുമ്മ മകനെ വന്ന് വിളിക്കുന്നു. മകൻ ഉത്തരം നൽകുന്നില്ല. വീണ്ടും മകനെ വിളിക്കുന്നു. മകൻ നിസ്കാരത്തിൽ ആണ്ടുപോയി, നിസ്കാരത്തിൽ ലയിച്ചു പോയി. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകുന്നില്ല. അങ്ങനെ അതാ ഉമ്മയുടെ വിളിക്കുത്തരം നൽകാതെ ഉമ്മ വിഷമിച്ചു പറയുന്നു, ഈ മകനാകുന്ന ജുറൈജിനെ വ്യഭിചാരത്തിൽ പെടുത്തിയതല്ലാതെ നീ ഇവനെ മരിപ്പിക്കല്ലേ അല്ലോ എന്ന് ഉമ്മ നൊന്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് താരിയുള്ള ഖുർആനിൽ എന്ന കിതാബിൽ കാണാൻ കഴിയും. അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ വീണ്ടും തുടർന്നു. പഴയപടി അങ്ങനെ സാഹിദായി ജീവിച്ചു. അങ്ങനെ മഹാനവറുകൾ ആ നാട്ടിലെല്ലാവരും പ്രശംസിച്ചു. വലിയ മഹാപാണ്ഡിത്യമുള്ള സൂഫി വര്യനാണ്, പ്രപഞ്ച പരിത്യാഗിയാണെന്ന പേരൊക്കെ മഹാനവറുകൾക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ, ആ നാട്ടിലുള്ള ഒരു സ്ത്രീ ഈ മഹാനെ കാണുകയും എന്റെ കെണികളിലൊന്ന് പെടുത്താമെന്ന് വിചാരിച്ച് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അതാ ഒരിക്കൽ ചെന്നപ്പോൾ മഹാനവറുകൾ അതിനെന്താ കാര്യമാക്കിയില്ല. അതാ അവള് ദിനേനെ ഇങ്ങനെ ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവള് വിവസ്ത്രയായിട്ട് വസ്ത്രമില്ലാതെ പോലും നിസ്കാരത്തിന്റെ വേളയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് എന്ന മഹാനെടുക്കൽ വന്നപ്പോഴും ജുറൈജ് റളിയല്ലാഹു അൻഹു ശ്രദ്ധ തിരുത്തിയില്ല. ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയോ? ആ നാട്ടിലുള്ള ആടിനെയുമായിട്ട്